അപ്പോൾ നമ്മൾ ഓണപ്പാച്ചിലിൽ എല്ലാവരും ഓണപ്പാച്ചിലാണ്. അപ്പോൾ കായംകുളത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ കരിയിലക്കുളങ്ങര ഒരു പടക്കക്കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓണം എന്തൊരു ഉത്സവം വന്നാലും എന്തൊരു പരിപാടി വന്നാലും നമ്മൾ പടക്കം പൊട്ടിച്ച് അത് ആരംഭിക്കുക. ആർപ്പോ വിളിച്ചൊരു പടക്കമൊക്കെ പൊട്ടിച്ച് ആ ഒരു വൈബ് തുടങ്ങുന്നത് തന്നെ ഒരു പടക്കം. ഇപ്പം ഇവിടെ പടക്കം വിൽക്കുന്ന അങ്കിളും അതേ വൈബിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്കിളിനോട് ചോദിക്കുക എന്തായി പടക്ക കച്ചവടം, ഇവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് പടക്കമൊക്കെ പോകുന്നുണ്ടോ, തിരക്കുണ്ടോ നമുക്ക് ചോദിക്കാം. ഹായ്, പേരെന്താ? എൻ്റെ പേര് രംഗനാഥ്. ഞാൻ കരിയിലക്കുളങ്ങര നമ്മുടെ ജംഗ്ഷൻ പടിഞ്ഞാറോട്ട് മാറിയാണ് നമ്മുടെ കട. ഓ, ഇപ്പൊ എങ്ങനെയുണ്ട് ഈ വട്ടത്തെ പടക്കം? അങ്കിൾ ആദ്യമായിട്ടാണോ പടക്കം? അല്ലല്ല, ഞാൻ വർഷങ്ങളായിട്ട് പടക്ക കച്ചവടം ഇവിടെ ചെയ്യുന്നത്. കരിയിലക്കുളങ്ങര തന്നെ പടക്ക കച്ചവടം ചെയ്യുന്ന ആളാണ്. അപ്പം ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ മുതൽ എൻ്റെ ഇത് വരുന്നുണ്ട്, കാലാവസ്ഥയുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഓണം 3-4 ദിവസം എന്തായാലും തിരുവോണം വരെ ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. മഴ നമ്മളെ വല്ലാതെ ചതിച്ചു. ഈ വർഷം കച്ചവടം വളരെ മോശം. കാര്യം പൂരാട ദിവസം ഇന്ന് പൂരാടമാണ്. പൂരാട ഉത്രാടം 2 ദിവസമാണ് നമുക്ക് പടക്കത്തിന്റെ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നത്. പക്ഷെ നമ്മള് അടുത്ത ദിവസം ഉത്രാടമായി കഴിയുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് പൂവിന്റെ കച്ചവടം ഉണ്ട്. പക്ഷേ പൂ കുഴപ്പമില്ല, നാളെ പുതിയ സ്റ്റോക്ക് വരും. ഇന്ന് രാത്രി വരും പൂവിന്റെ സ്റ്റോക്ക്, കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പടക്കം ഈ വട്ടത്തെ വെറൈറ്റി പടക്കം ഏതാ? വെറൈറ്റി പടക്കങ്ങൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, വന്നേക്കുന്നത് ബാറ്റും ബോളും എന്നും പറഞ്ഞൊരു സാധനം, ക്രിക്കറ്റ് ബാറ്റും ബോളും. ഇത് പടക്കമാണ്, ഇത് കൊരോപ്പുമാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് കൈ പിടിച്ചുകൊണ്ട് കൂടെ കത്തിക്കാം. ഈ ബോൾ പോലെ ഇരിക്കുന്ന സ്മോക്ക് വരുന്ന സാധനമാണ്. വെറൈറ്റി സാധനം ഇതാണ്. പിന്നെ ഡ്രോൺ ഉണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്. അതാണ്ട് ഇത് ഹെലികോപ്റ്റർ സാധനമാണ്. ഹെലികോപ്റ്റർ പോലെ പറഞ്ഞ് ഞാൻ പൊട്ടിച്ചോ, ഞങ്ങളെല്ലാം സാമ്പിൾ നോക്കിട്ട് വെച്ചേക്കുന്നത്. പിന്നെ അങ്കിളിന്റെ മോനാന്ന് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന. മോനോട് ചോദിച്ചു നോക്കാം ഈ വട്ടത്തെ പടക്കം ഓണം ഒക്കെ എന്തായി? പേരെന്താ? രാഹുൽ രംഗൻ. ഓക്കെ, അപ്പൊ വട്ടത്തെ എങ്ങനെയുണ്ട് ഈ വട്ടത്തെ ഓണം കച്ചവടം ഒക്കെ? കച്ചവടം കുറവാ. ഞാൻ 2 വർഷം കൊണ്ട് അച്ഛനെ സഹായിക്കുന്നതാണ്. അച്ഛനെ സഹായിക്കാറുണ്ടോ? അങ്കിളെ സത്യമാണോ സഹായിക്കാറുണ്ടോ? 2 വർഷം കൊണ്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ വട്ടം മഴ കാരണം ഇതുവരെ നമുക്ക് കുറവാ. നാളെ കച്ചവടം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ ഓണം ഒരുങ്ങാനൊക്കെ സഹായിക്കാറുണ്ടോ? വീട്ടില് പിന്നെ നമ്മളെല്ലാം സഹായിക്കും. വീട്ടിൽ അത്തപ്പൂ ഇടാറ്, പൂവുണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ അത്തപ്പൂ ഇടാറില്ല. അപ്പൊ ഇവിടാണ് ഓണം, ഇവിടാണ് തിരുവോണത്തിന് അന്ന് വരെ ഉണ്ടാവോ പടക്കക്കട? ചതയത്തിന് അന്ന് വരെ കാണും. ഓക്കെ, ചതയ. അപ്പൊ ഇവിടെ ഏറ്റവും വിറ്റ് പോകുന്ന പടക്കം ഏതാ? നമുക്കിവിടെ ഷോട്ട് ഉണ്ട്. സാധാരണ പിള്ളേരൊന്നും മേടിക്കുന്ന ഷോട്ടാ. ബാക്കി എല്ലാ പിള്ളേരൊന്നും മേടിക്കും, ഷോട്ട് മേടിക്കും. നമ്മൾ 30 മുതൽ 250 ഷോട്ട് വരെ ഉണ്ട്. ബൾക്കായിട്ട് വന്ന് മേടിക്കാറുണ്ടോ? മേടിക്കാറുണ്ട്. റേറ്റ് ഒക്കെ എങ്ങനെയാ പൂവിന്റെ? നമ്മളിവിടെ 1 കിലോ 200 രൂപ. 1 കിലോ കിറ്റാണോ? എല്ലാ പൂ എന്തൊക്കെ പൂവുള്ളത്? ബന്ദിപ്പൂ മാത്രമുള്ള ഒരു കിറ്റിന് 200 രൂപ. പിന്നെ ഓണം വിശേഷം കോളേജിലൊക്കെ ഓണം ആഘോഷിച്ചോ? ഞാൻ കോളേജ് BEd പഠിക്കുക. അത് ഇവിടെ അല്ല, തമിഴ്നാട്ടിൽ. അപ്പൊ അവിടെ ഓണം ഇല്ല, അതിന്റെ ഒരു സങ്കടം ഉണ്ട്. അപ്പൊ നാട്ടിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഓണം ആഘോഷിക്കത്തില്ലേ? പിന്നെ ആഘോഷം ചതയത്തിന് നിൽക്കുക. കച്ചവടം കഴിഞ്ഞിട്ട് അടിച്ച് പൊളിക്കുക. അപ്പൊ ഇവിടെ തന്നെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമോ? പിന്നെ ഇപ്പൊ പടക്കം പൊട്ടിക്കാം. പടക്കം പൊട്ടിക്കുക. ഓക്കെ, നിക്ക്. അപ്പൊ ഇവിടെ പടക്കക്കടയിൽ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഇവിടെ കുറച്ച് കണ്ടൊരു മോനൊക്കെ പടക്കം മേടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം പടക്കം പൊട്ടിച്ച് തന്നെയാണ് ഈ വട്ടത്തെ ഓണം തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ചോദിച്ചു നോക്കാം. എന്റെ പേരെന്താ? മുരളി. അപ്പൊ പടക്കം മേടിക്കാനായിട്ട് ഇറങ്ങിയാണോ എല്ലാവരുടെ? അപ്പം എല്ലാ വട്ടം ഇടുന്ന് പടക്കം മേടിക്കാറുണ്ടോ? 4 ദിവസം 4 ദിവസം വീട്ടിൽ പടക്കം പൊട്ടിക്കും. അപ്പൊ പടക്കം പൊട്ടിക്കുന്നൊക്കെ ഇഷ്ടമാണോ? ഭയങ്കര പടക്കം പൊട്ടിക്കാറുണ്ടോ? പേടിയുണ്ടോ പടക്കം പൊട്ടിക്കാൻ? ചെറിയൊരു പേടിയുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ വട്ടം അത് പേടി മാറ്റി. ഓക്കെ, അപ്പം എല്ലാ വട്ടം അങ്കിളും 4 ദിവസം മേടിക്കും. അപ്പൊ അങ്കിള് എല്ലാ ആഘോഷത്തിലും ഇപ്പൊ ഓണം ആയാലും ക്രിസ്മസ് ആയാലും റംസാൻ ആയാലും നമ്മൾ എല്ലാ ആഘോഷത്തിനും പടക്കം പൊട്ടിച്ച് നമ്മൾ പരിപാടി തുടങ്ങുന്നതേ പടക്കം പൊട്ടിച്ചാണ്. പണ്ടൊക്കെ അങ്കിള് നാട്ടിലൊക്കെ വീട്ടിലൊക്കെ പടക്കം പൊട്ടിക്കുമായിരുന്നോ? നേരത്തെ പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്ത സമയം കൊണ്ട് എല്ലാ ദിവസവും 4 ദിവസം ഉത്രാടം, തിരുവോണം, ഔട്ടം, ചതയം ഗംഭീരമായിട്ട് നമ്മൾ അതിനകത്തൊന്നും നോക്കത്തില്ല. അങ്കിളും പണ്ട് ഞാൻ എന്റെ കൊച്ചുമോനാണ്. അപ്പൊ കൊച്ചുമോന് വേണ്ടി പടക്കം മേടിക്കാൻ ബഡ്ജറ്റ് നേരത്തെ പറഞ്ഞേക്ക് 1500 രൂപ തരാം, പടക്കം മേടിച്ചു വന്ന് എല്ലാ വർഷവും ചെയ്യുന്ന. ഓക്കെ, അപ്പം പണ്ടൊക്കെ വീട്ടിലൊക്കെ ഇപ്പൊ കൊച്ചുമോനായിട്ട് പടക്കം മേടിക്കാറുണ്ടോ? പണ്ട് പടക്കം പൊട്ടിക്കുമായിരുന്നു. എല്ലാ വർഷവും പൊട്ടിക്കാറുണ്ട്. അപ്പൊ ഇനിയുള്ള വർഷങ്ങളും അടിപൊളിയായിട്ട് അതെ ആഘോഷം തുടങ്ങുന്നതേ പടക്കത്തിലാണ്. പടക്കം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മതി നമുക്ക് ഓണത്തെ. വീട്ടിലൊക്കെ ഓണം എല്ലാവരും ഒരുങ്ങിയില്ലേ? എല്ലാവരും ഒരുങ്ങി. മോനെ ഓണമൊക്കെ അടിപൊളിയായില്ലേ? പടക്കം പൊട്ടിച്ചില്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ എല്ലാ വട്ടത്തെ പോലെ ഓണം അടിപൊളിയാവട്ടെ. ഇനി എല്ലാ വർഷവും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കട്ടെ. ഹാപ്പി ഓണം. അപ്പൊ ഇവിടെ എല്ലാവരും നല്ല ഓണ സന്തോഷത്തിലാണ്, മൊത്തം കളറാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തൊരു ആഘോഷം വന്നാലും, ഉത്സവമായാലും റംസാനായാലും പെരുന്നാളായാലും എന്ത് വന്നാലും നമ്മൾ പടക്കം പൊട്ടിച്ചാണ് ആഘോഷിക്കുന്നത്. ഇവിടെ ദേ ഒരു പടക്കം കത്തിച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അടിപൊളി പടക്കം തന്നെയാണ്. എല്ലാവരും പടക്കമൊക്കെ മേടിക്കാൻ വരും. അപ്പൊ ഈ വട്ടത്തെ ഓണം നമ്മൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന കളറായിട്ട് ആഘോഷിക്കും.
ഈ വട്ടം എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആവട്ടെ, ഹാപ്പി ഓണം.